ഇരുന്നരുളി പിന്നെ നിറവേകിയതും തിക്കിത്തിരക്കിൽ നിന്നും എനിക്കായി മാത്രം ഇരുന്നരുളി പിന്നെ നിറവേകിയതും യേശുവേ. എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ തേജസ്സാൽ മുറ്റും നിറച്ചു. കണ്ടിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും ഇരുളിൽ നൽവെളിച്ചം പോലെ മാറ്റുന്ന തേജോമയനേ. നീതിയും തേജസ്സാൽ എന്നെ അധികമായി നിലനിർത്തിയിടും. തൂയരേ, തൂയ ആവിയേ, തൂയരേ, തൂയ ആവിയേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ. എത്ര അനുഗ്രഹീതമായ ഒരു ഗാനമാണ് പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിപ്പോൾ സിസ്റ്റർ ആഷ്ലി പാടിയത് കേട്ടത്. ക്രിസ്തുവിൽ അനുഗ്രഹീതനായ എൻ്റെ പ്രിയ സഹോദരൻ പാസ്റ്റർ അനിൽ അടൂർ എഴുതിയ ഈ ഗാനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ പല മീറ്റിങ്ങുകളിലും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഗാനമാണ്. ഇപ്പോഴും എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്നിൽ എന്താ കർത്താവെ നീ കണ്ടത്? ചേറ്റിൽ കിടന്ന എന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചില്ലേ? ഇത്രമേൽ സ്നേഹിക്കുവാൻ എന്ത് യോഗ്യത കർത്താവെ എന്നിലുള്ളത്? ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയുന്നു, ഇത് കേവലം ഒരു പാട്ടല്ല, ഇത് എൻ്റെ ജീവിതമാണ്, ഇത് നിങ്ങളുടെ ജീവിതമാണ്, ഇത് എൻ്റെ അനുഭവമാണ്, ഇത് നിങ്ങളുടെ അനുഭവമാണ്. ഞാൻ ഇന്ന് ഈ മെസ്സേജ് ഷൂട്ടിങ്ങിനായിട്ട് ഈ ഫ്ലോറിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചതായ ഒരു വേദഭാഗത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. അവിശ്വാസത്തിൽ നിലനിൽക്കാതിരുന്നാൽ അവരെയും കൂടെ ഒട്ടിക്കും, അവരെ വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായിരുന്നവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്രയധികമായി ഒട്ടിക്കും. എത്ര ശക്തമേറിയ ഒരു വെളിപ്പാടാണിത്. വീണ്ടും ഒട്ടിക്കാൻ ദൈവശക്തനല്ലോ. പ്രിയപ്പെട്ടവരെ, വീണ്ടും പണിയാൻ ദൈവശക്തനല്ലോ. വീണ്ടും നിങ്ങളെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവശക്തനല്ലോ. വീണ്ടും നിന്റെ തകർന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ കൈപിടിച്ചുയർത്താൻ ദൈവം ശക്തനല്ലോ. വീണ്ടും നിങ്ങളുടെ പാപത്തിന്റെ തകർച്ചയുടെ പ്രതിസന്ധിയുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ദൈവം ശക്തനല്ലോ. കാട്ട് വൃക്ഷമായിരുന്ന എന്നെ ഒലിവുമരത്തോട് ചേർത്തൊട്ടിച്ചവനാകുന്നു സർവശക്തനാകുന്ന ദൈവം. ഇത് അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് കൈമാറുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ഈ വെളിപ്പാടുകളെ എഴുതി തരുമ്പോൾ, ഇത് ആ മനുഷ്യന്റെയും ജീവിതമായിരുന്നു. അദ്ദേഹം പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. എന്നെയും നിങ്ങളെയും ചേറ്റിൽ നിന്ന്, പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് അവൻ കൈപിടിച്ചുയർത്തിയവനാണ്. സത്യമായും ഈ കർത്താവിന്റെ ആ പൊൻകരം നമുക്ക് വേണ്ടി നീട്ടിയില്ലായിരുന്നെങ്കിൽ, ആ കരം നമ്മളെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എവിടെയായിരുന്നേനെ? നല്ല ശമരിയൻ വന്ന് വഴിയിറമ്പിൽ കിടന്നവനെ കോരിയെടുത്ത് മുറിവിനെ കെട്ടി എണ്ണ പകർന്ന്
വീഞ്ഞതിൻ്റെ മേൽ ഒഴിച്ച് അവൻ്റെ മുറിവുകളെ ആശ്വസിപ്പിച്ച് തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്ത് അവൻ സൗഖ്യമാകുന്നതുവരെ അവിടെ താമസിച്ച് അവന് വേണ്ടി ചിലവിട്ട് അവനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എവിടെയായിരുന്നേനെ? അവൻ അവസാനിച്ചേനെ, അവൻ കഴിഞ്ഞേനെ. ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമോ, യേശുവേ, ഞാൻ നിന്നെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, നീ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ, ഈ പാപത്തിന്റെ ചേറ്റിൽ നിന്ന് നീ എന്നെ കോരിയെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടോ? ഈ മെസ്സേജ് കേൾക്കാൻ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ കാണുമായിരുന്നോ? ഞാൻ ഇന്ന് എവിടെയായിരുന്നേനെ? ആ നല്ല ശമരിയൻ ആ വഴിയറമ്പിൽ നിന്ന് കോരിയെടുത്തവനെയും കൊണ്ട് വഴിയമ്പലത്തിൽ ചെന്ന് രക്ഷ ചെയ്ത് മടങ്ങുമ്പോൾ അധികമായി എന്തെങ്കിലും ചിലവിട്ടാൽ ഞാൻ വന്ന് അത് മടക്കിത്തരുമെന്ന് പറഞ്ഞ് അവൻ്റെ സകല ഉത്തരവാദിത്വങ്ങളെയും ഏറ്റെടുത്തതുപോലെ നിങ്ങളെ ആർക്കും ഒരു ബാധ്യതയാക്കാതെ, നിങ്ങളെ ആർക്കും ഒരു ശല്യമാക്കാതെ, നിങ്ങളെ ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കാതെ പലർക്കും നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർത്തത് ചേറ്റിൽ കിടന്ന എന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചത് കൊണ്ടാണ്. ഇത്രമേൽ എന്നെ സ്നേഹിക്കുവാൻ കർത്താവേ, എന്ത് യോഗ്യതയാണ് നീ എന്നിൽ കണ്ടത്? ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ, എന്നിൽ എന്ത് യോഗ്യതയാണ് നീ കണ്ടത്? അയോഗ്യനായിരുന്ന എന്നെ നീ യോഗ്യനാക്കി, അന്യനായിരുന്ന എന്നെ നീ അവകാശിയാക്കി, പരാജിതനായിരുന്ന എന്നെ ക്രിസ്തുവിൽ ജയാളിയാക്കി. കർത്താവായ യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ബദ്ധാനിക്കും ബദ്ധാനിക്കും ഇടയിലെത്തുമ്പോൾ ഇന്നുവരെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിക്കുവീൻ. അതിനെ അഴിക്കുമ്പോൾ എന്തിനഴിക്കുന്നു എന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെയും കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്കറിയാമോ, ചരിത്രം പഠിക്കുമ്പോൾ യാഗമൃഗങ്ങളുടെ ഇടയിൽ കഴുതയില്ല, ഒറ്റ പുണ്യ സ്ഥലങ്ങളിലും കഴുതയില്ല, ആരാധന മധ്യയിൽ കഴുതകൾക്കിടമില്ല, ജെറുസലേം ദേവാലയത്തിൽ അവറ്റകൾക്ക് പ്രവേശനമില്ല. എന്നാൽ ആർക്കും വേണ്ടാത്ത കഴുതയെ യേശു തൻ്റെ വാഹനമൃഗമാക്കി ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കുരുത്തോലകൾ വീശി, ഒലിവിൻ ചില്ലകൾ വീശി അവൻ ഓശാന ജനം പാടുമ്പോൾ ഒരുപക്ഷെ കഴുത ചിന്തിച്ചേക്കാം, എന്താണ് ഇത്ര ആരവം, എന്താണ് എനിക്ക് ഇത്ര ബഹുമാനം ലഭിക്കുന്നത്? അതിൻ്റെ ഉള്ളത്തിൽ അതിനെ ചിന്തിക്കാൻ കഴിയണം, അതെൻ്റെ ഗുണമല്ല, എൻ്റെ മുകളിൽ കയറിയ ക്രിസ്തു, എൻ്റെ ജീവിതത്തിൽ വന്ന ക്രിസ്തു, എന്നെ അവൻ തിരഞ്ഞെടുത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഈ മാന്യതകൾ, ഈ ആരവങ്ങൾ, ഈ പൂമാലകൾ, ഈ ഒലിവിൻ ചില്ലകൾ, ഈ കുരുത്തോലകൾ, ഈ വഴിയിൽ വിരിച്ചിട്ടിരിക്കുന്ന തുണികളൊക്കെ എൻ്റെ മുമ്പിൽ വെളിപ്പെടുന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അനുഭവിക്കുമ്പോൾ, ഈ നന്മകളെല്ലാം ഞാൻ സ്വായത്തമാക്കുമ്പോൾ, ഈ ദൈവാനുഗ്രഹങ്ങളുടെ നടുവിൽ ഞാൻ ജീവിക്കുമ്പോൾ, കർത്താവേ, നീ എന്നെ കണ്ടതുകൊണ്ട് മാത്രം, നീ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് മാത്രം, എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്ന എന്നെ നിന്റെ പൊൻകരം നീട്ടിപ്പിടിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഒന്നും കൂടെ സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടും. എന്നെ നിത്യമായി സ്നേഹിച്ചു